ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ച ഒട്ടനവധി മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഈ ചിത്രങ്ങളിൽ ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന സിനിമ എല്ലാ മേഖലയിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഫാമിലി കോമഡി ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ MC ജിതിൻ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകൻ ജിതിൻ, അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB എന്നിവർ ചേർന്നാണ്. ശരൺ വേലായുധൻ DOPയും എഡിറ്റിംഗ് ചമൻ ചാക്കോയുമാണ്. ക്രിസ്റ്റോ സേവ്യറാണ് ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതോടെ മികച്ച ബുക്കിംഗ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരള കഷ്ണായി 1,40,00,000 രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തുമെല്ലാം മികച്ച ബുക്കിംഗ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ണായി 2.5 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ നവംബർ 21 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഹൊറർ ഫാമിലി കോമഡി സിനിമയാണ് ഹലോ മമ്മി. വൈശാഖരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, ജോണി ആന്റണി, ബിന്ദു പണിക്കര്, അജു വർഗീസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ആദ്യ ദിവസം ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 50,00,000 രൂപയുമാണ്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30,00,000 മാത്രമാണ്. ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 70,00,000 കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 90,00,000 രൂപയാണ്. സൂര്യനായകനായി ശിവ സംവിധാനം ചെയ്ത് നവംബർ 14 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് കങ്കുവ. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വാഷ് ഔട്ടായി കഴിഞ്ഞ ഈ സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 34 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 9ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ 35 കോടിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 9 ദിവസത്തെ ട്രാക്കർ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കങ്കുവ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 99 കോടി 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ദുൽഖർ സൽമാൻ നായകനായി വെങ്കി അല്ലൂരി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ലക്കി ഭാസ്കർ. ദുൽഖർ സൽമാന്റെ ആദ്യ 100 കോടി ചിത്രം കൂടിയായ ലക്കി ഭാസ്കർ 4ാമത്തെ ആഴ്ച കൂടിയായി 22 ദിവസം പിന്നിട്ട് 23ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ 125ലധികം സ്ക്രീനുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 117 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം 106-107 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്കൊപ്പം ദീപാവലി ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ അമരൻ എന്ന സിനിമയിലേക്ക് വന്നാൽ ആദ്യ 18 ദിവസം കൊണ്ട് തന്നെ 300 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 22 ദിവസം പിന്നിട്ട് 23ാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ 310 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ശിവകാർത്തികന്റെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.